ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് പൂത്ത് നിൽക്കുന്ന നല്ല ഹെൽത്തി പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടില്ലേ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കരിഞ്ഞ ഇലകൾ അതേപോലെ തന്നെ ലീഫുകളൊക്കെ ചീഞ്ഞ ഇലകളൊക്കെ ഉണ്ടാവും. അതൊക്കെ പ്രോപ്പറായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. അതിൽ ഹായ്, ഇന്ന് വന്നിട്ടുള്ളത് തുടക്കത്തിൽ താമര വളർത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വിഷയം എന്നുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തല്ലാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻ്റ് ഇടുക. അത് എനിക്ക് വലിയ ഉപകാരമാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ട്യൂബർ എടുക്കുമ്പോൾ, അതായത് താമരയുടെ ഇതെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ എടുക്കാൻ നോക്കുക. ചിലതുണ്ടാവും നല്ല ലാഭത്തിൽ കിട്ടുന്ന ട്യൂബേഴ്സ്. ലാഭത്തിൽ കിട്ടുന്ന ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 100 രൂപ, 50 രൂപ, 80 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്യൂബേഴ്സ് കിട്ടും. അതൊന്നും എടുക്കാതിരിക്കുകയാണ് തുടക്കക്കാർക്ക് നല്ലത്. കാരണം നല്ല ഗ്രോട്ടിപ്പുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ എടുക്കാൻ നോക്കുക. മിനിമം ഒരു 3 ഗ്രോട്ടിപ്പ്. ഇതിപ്പോൾ വലിയ ട്യൂബറാണ്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. 3 ഗ്രോട്ടിപ്പെങ്കിലുള്ള നല്ല ട്യൂബർ എടുക്കുക. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ചീഞ്ഞു പോയാൽ ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഗ്രോട്ടിപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ള ഗ്രോട്ടിപ്പുകൾ നമുക്ക് വന്നിട്ട് പിടിച്ചു കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്രോട്ടിപ്പ് നോക്കിയിട്ട് വേണം നമ്മളൊരു ട്യൂബർ സെലക്ട് ചെയ്യാൻ. പിന്നെ റണ്ണറും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് പ്ലാന്റ് വെക്കാൻ നോക്കും. അതാണെന്നുണ്ടെങ്കിൽ റണ്ണറും ഇതേപോലെ കട്ടിയായിട്ട് തിക്ക് റണ്ണർ എടുക്കാതെ നല്ല കട്ടിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റണ്ണർ എടുക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനത്തെ 2 or 3 ഗ്രോട്ടിപ്പുള്ള പ്ലാന്റുകൾ നോക്കിയിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പ്ലാന്റ് ചെയ്ത് ഒരു മിനിമം ചെറിയ കണ്ടെയ്നറിൽ നടാതെ ഒരു അത്യാവശ്യം സ്പേസുള്ള കണ്ടെയ്നറിൽ നടാൻ ശ്രമിക്കുക. ഒരു നല്ല വലിയ ബ്ലാക്ക് പാത്രങ്ങൾ ഉണ്ടാവും കിട്ടണം. അതേപോലത്തെ വലിയ കണ്ടെയ്നറിൽ നടുകയാണെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് താമര ആണെങ്കിലും കൂടിയിട്ട് നല്ല വലിയ കണ്ടെയ്നറിൽ നട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഫ്ലവർ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ അതിന് സ്പേസ് കൊടുക്കുന്നതോറും നന്നായിട്ട് ഫ്ലവറിങ് ഇടും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ പരമാവധി ചാണകപ്പൊടി, എല്ലുപൊടി ഇതൊക്കെ കറക്റ്റ് അളവിന് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രോപ്പിക്കൽ വെറൈറ്റി ഉണ്ട്, സെമി ട്രോപ്പിക്കൽ വെറൈറ്റി ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഹാർഡി വെറൈറ്റി ഉണ്ട്. ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല പൂക്കുന്ന വെറൈറ്റികൾ നോക്കി ശ്രദ്ധിച്ച് മേടിക്കാൻ നോക്കുക. ആരോടാണോ നിങ്ങൾ മേടിക്കുന്നത് അവരോട് നിങ്ങൾ ചോദിക്കുക, നല്ല പൂക്കുന്ന വെറൈറ്റി ആണോ, നിങ്ങളെ കയ്യിൽ നല്ല പൂത്ത വെറൈറ്റി ആണോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി മേടിക്കാൻ നോക്കുക. ഒരു ഉദാഹരണത്തിന് ഞാനൊരു 2-3 നല്ല ബ്ലൂമിങ് ഉള്ള ഒരു വെറൈറ്റി പറഞ്ഞുതരാം. പിങ്ക് ക്ലൗഡ്, പിന്നെ അതേപോലെ തന്നെ അമേരിക്ക അമലിയ, വൈറ്റ് പിയോണി, മിറാക്കിള്, ബുച്ച, പിന്നെ ഗ്രീൻ ആപ്പിള്, ഇതാണ് മാരിഗോൾഡ്, കർണ, അങ്ങനെ പറഞ്ഞിട്ട്
കുറേ നല്ല വെറൈറ്റീസുകൾ ഉണ്ട്, നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റി. പക്ഷേ ഈ പൂക്കണ വെറൈറ്റി ആണെങ്കിൽ കൂടിയിട്ട് ട്യൂബർ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഹാർഡനാക്കിയിട്ടുള്ള നല്ല കട്ടിയുള്ള റണ്ണർ മേടിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ മേടിച്ചാൽ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. അത്തരത്തിലുള്ള പ്ലാന്റ്സുകൾ വളർന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് പൂത്ത് നിൽക്കണം നല്ല ഹെൽത്തി പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ കണ്ടില്ലേ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കരിഞ്ഞ ഇലകൾ, അതേപോലെ തന്നെ ലീഫുകളൊക്കെ ചീഞ്ഞ ഇലകളൊക്കെ ഉണ്ടാവും. അതൊക്കെ പ്രോപ്പറായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. അതിലൂടെ ക്ലീൻ ആക്കുന്നതിലൂടെ ഒച്ചിൻ്റെ ശല്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും. ആ ഒച്ചുകളൊക്കെ റിമൂവ് ആവാൻ, ചീഞ്ഞ ഇലകളുടെ അടിയിലേക്കാരും ഒച്ചുകളൊക്കെ ഉണ്ടാവുക, അതൊക്കെ റിമൂവ് ആവാൻ നമ്മളെ സഹായിക്കും. പിന്നെ പ്ലാന്റ് ഹെൽത്തി ആവാൻ, നമ്മൾ എത്രത്തോളം ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കുന്നോ അത്രത്തോളം നല്ല ഫ്ലവറിങ് ഉണ്ടാവും. പിന്നെ പരമാവധി ഇലകൾ നിൽക്കാതിരിക്കുക നല്ലത്. കൂടുതൽ ഇലകൾ തിങ്ങി നിൽക്കും തോറുമാണ് ആ പ്ലാന്റിൻ്റെ വളർച്ച, ഫ്ലവറിങ്ങിൻ്റെ വളർച്ച കുറയും. കാരണം ആ എല്ലാ വളങ്ങളും ആ ലീഫ് വലിച്ചെടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഇലകൾ പരമാവധി ഇലകൾ കട്ട് ചെയ്തിട്ട് ഫ്ലവറിങ്ങിന് കൂട്ടാൻ നോക്കുക. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ബാക്കിയുള്ളത് വഴിയെ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ആർക്കെങ്കിലും ഉപകാരമായി എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.